ഔസേപ്പേട്ടൻ ഫോൺ നോക്കി നിൽക്കല്ല, ഒന്ന് ഫോൺ കാണിക്കും. ഇതാണ് എൻ്റെ ഔസേപ്പേട്ടൻ. അനുഗ്രഹം. മഴയുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നല്ല കാലാവസ്ഥയും ഒക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് അടിപൊളിയായി അറിയിക്കാം. ഇനി ഇതുപോലുള്ള വീഡിയോസ് ഞാൻ വീണ്ടും വരാം. അടുത്തൊരു വീഡിയോ കാണുന്നവരെ സൂക്ഷിച്ച് നോക്കേണ്ട ഉണ്ണി. ഞാൻ തന്നെയാണ് മാതാവായിട്ട് ആക്ട് ചെയ്യുന്നത്. ആക്ടിങ് ഇല്ല, ജസ്റ്റ് ടാബ്ലോ. അപ്പോൾ ഇത് എല്ലാവരും ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ പ്രദക്ഷിണത്താറായി. കൊണ്ടോ എന്റെ ഹൗസ് ചേട്ടാ, ഹൗസ് ഓൾറെഡി കയറി. ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് തന്നപ്പോഴേക്ക് അവിടുന്ന് ഇതേ പറയാണ്, വേഗം കയറിക്കോ, ഉണ്ണിനെയും പിടിച്ചോതേ, പ്രദക്ഷിണം ഇവിടെ എത്തിയെന്ന് പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം തന്നെ കയറിയിരുന്നു. അപ്പോഴേക്കും ദേ നമ്മുടെ പ്രദക്ഷിണം നമ്മുടെ പടിക്കെത്തി. അങ്ങനെ ദേ മാതാവിനും കൊണ്ട് നമ്മുടെ യൂണിറ്റിലെ ആൾക്കാരും മാതാവിനും പിടിച്ച് കുരിശും ഇതൊക്കെ ആയിട്ട് തിരികളൊക്കെ കത്തിച്ച് പ്രദക്ഷിണം പോയിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും ഇത് പോണ വഴിക്കാണ്ടോ നമുക്ക് മൂന്നാർ റേസ് ഉണ്ടായിരുന്നത്, തിരുപ്പിറവി. അതിനുശേഷം തിരിച്ച് പോയപ്പോഴേക്കും നമ്മൾ വേറൊരു തീം ചെയ്തിട്ടുണ്ടായിരുന്നു, തിരുക്കുടുംബം. അടുത്തതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരുക്കുടുംബം. ഔസേപ്പേട്ടൻ ഫോൺ നോക്കി നിൽക്കല്ല, ഒന്ന് ഫോൺ കാണിക്കും. ഇതാണ് എൻ്റെ ഔസേപ്പേട്ടൻ. അപ്പോൾ ഇത് നമ്മുടെ നേരത്തെ കഴിഞ്ഞു പോയ യൂണിറ്റിലെ ആരെ മാതാവും ഏലിശായും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മത വെളിപ്പെടുത്തുന്ന ആഗ്രഹി വയറിനായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വീഡിയോ കാണിച്ചിട്ടുണ്ട്. അത് വരുന്ന ഫോട്ടോ ഞാൻ അയച്ചത് ഇതിൽ ആഡ് ചെയ്യാട്ടത്തിനായി പറയുന്നത്. ഓക്കെ, അവരുടെയും അടിപൊളിയായിരുന്നില്ലേ, പറയേണ്ട ആവശ്യമില്ല. അതെ, അടുത്ത പ്രിപ്പറേഷൻ നോക്കിക്കോ. ബാക്ക്ഗ്രൗണ്ട് ആൾക്കാരൊക്കെ കാണിച്ചോ. ഇതിന്റെ പിന്നിൽ നല്ല എഫേർട്ട് ഉണ്ട്, വെറുതെ ഉണ്ടാവുന്നല്ലോ. ഇപ്പൊ കാര്യം കാണുന്ന പോലെ അല്ല, നമ്മള് അത്ര എഫേർട്ട് എടുത്തിട്ടാണ്. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണാം. എനിക്ക് തോന്നുന്ന ഈ വീഡിയോയിൽ ഞാൻ കുറേ എഫേർട്ട് കൂടുതൽ എടുത്ത് പറയേണ്ടത്. അത് ഒരു പക്ഷേ ഞാൻ ആദ്യമായിട്ടായിരിക്കും ഇത്ര എഫേർട്ട് കാണണമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഞാൻ വലിയ ഡയലോഗ് അടിയാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ എനിക്ക് നമ്മുടെ ചേച്ചിമാരാണ്ട് പറഞ്ഞു തന്നത്. ഇത് കണ്ടപ്പോൾ കുറച്ച് പേർക്ക് ഇങ്ങനെ മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും, ഔസേ പിതാവ് അദ്ദേഹത്തിൻ്റെ മരപ്പണിയുടെ അതിലേർപ്പെട്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈശോ ഉണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഈശോയുടെ കയ്യിൽ കുറച്ച് മരങ്ങളൊക്കെ ആയിട്ട് വരണേ. അപ്പോൾ മാതാവ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഔസേ പിതാവിന്. അതായിരുന്നു നമ്മുടെ തീം. മരപ്പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഔസേപ്പിതാവ്. അങ്ങനെ ഒരു കുടുംബം, തിരുക്കുടുംബത്തിൻ്റെ ഒരു ഇത് പറയുന്നതാണ് കേട്ടോ. ഔസേപ്പിതാവ് കാര്യമായ പണിയിലായിരുന്നു, ചുമ്മാ പറഞ്ഞതാട്ടോ. അതായത് ഇതിപ്പോൾ നമുക്ക് പിടിച്ച് വശമില്ലേ, എങ്ങനെ ചെയ്ത് നമുക്ക് വശമില്ലല്ലോ. അപ്പോൾ ഈ ചെയ്ത് ചേട്ടൻ തന്നെ നമുക്ക് പറഞ്ഞു തരായിരുന്നു, ഔസേപ്പിതാവിന് പറഞ്ഞു കൊടുക്കായിരുന്നു ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. പിന്നെ അതേ ഈ റാന്തലുകൾക്ക് കണ്ട നമ്മുടെ പുൽക്കൂടിലുണ്ടായിരുന്നു അതേ റാന്തലുകൾക്കാണ് കേട്ടോ. അപ്പോഴേക്കേ നമ്മുടെ പ്രദക്ഷിണത്താറയെന്ന് പറഞ്ഞത് ഓടി വരാണ് പറയാണ്. അപ്പോഴേക്കേ നമ്മുടെ പ്രദക്ഷിണം ഇവിടെ എത്തി. അപ്പോൾ ഈ 2 ടാബ്ലോയിൽ നിങ്ങൾക്ക് ഏത് ഇഷ്ടമായിരുന്നു ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇത് നമ്മുടെ പള്ളിയിൽ നിന്നുള്ള മാതാവിനെയും ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടുള്ള വണ്ടിയായിരുന്നത്. ഇതും നന്നായിരുന്നു കേട്ടോ, നല്ല ഡെക്കറേഷനൊക്കെ ആയിരുന്നേ. കാര്യം ഞാനിപ്പോൾ ഈ വീഡിയോയിലാണ് കണ്ടത്, എന്നാലും നല്ല അടിപൊളിയായിട്ടുണ്ട്, എനിക്കിഷ്ടമായി. അപ്പോഴേക്ക് ഇതേ പ്രദക്ഷിണമൊക്കെ പോയി കഴിഞ്ഞ് നമ്മൾ ഇനി അതൊക്കെ ഒന്ന് ഒതുക്കി ബാക്ക് ടു നോർമലാക്കി സെറ്റ് ചെയ്യാൻ പോവാണ്. വിചാരിച്ച പോലെ എല്ലാം അടിപൊളിയായി നടന്നില്ലേ? ഓക്കെ, അപ്പോൾ എല്ലാം ഏറ്റവും വലിയ സഹായം എന്ന് പറയുന്നത്, സഹായമല്ല അനുഗ്രഹം. മഴയുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നല്ല കാലാവസ്ഥയും ഒക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് അടിപൊളി എല്ലാം നന്നായി തന്നെ നടന്നു. ഇനി നമ്മൾ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് ഇവിടെ ഇതൊക്കെ ഒതുക്കി വെക്കണം, എന്നിട്ട് പള്ളിയിൽ പോകും. അപ്പോൾ പള്ളിയിൽ കൂടി കാണിച്ചു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇവിടുത്തെ കഴിഞ്ഞ് കഴിയുമ്പോൾ പള്ളിയിൽ പോകാണെന്ന്. പക്ഷെ പള്ളിയിൽ പോകാൻ പറ്റില്ല കേട്ടോ. കാരണം നമ്മളിവിടെ റെഡി ആയിട്ട് വന്നപ്പോഴേക്കും പള്ളിയിൽ പോകാനുള്ള ടൈം കഴിഞ്ഞു. പള്ളിയിൽ എല്ലാവരും കഴിഞ്ഞ് തിരിച്ച് പോയി തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾ കണ്ടു കാണും എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അതായത് ഒരു ടാബ്ലോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ടാബ്ലോ പെട്ടെന്ന് ഉണ്ടാവുന്നതല്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവിടെ കണ്ട ആ ഒരു സംഭവം നമ്മൾ റീക്രിയേറ്റ് ചെയ്തത് അത് വെറുതെ ഉണ്ടായതല്ല, നല്ലൊരു ഹാർഡ് വർക്കിൻ്റെ എഫക്റ്റാണ്. എന്ന് വിചാരിച്ച് ഞാൻ ഹാർഡ് വർക്ക് കിട്ടുമെന്നല്ല കേട്ടോ, ഞാൻ ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ വന്നിട്ടുള്ളൂ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ അതേ മേമയാണ് ഇതെല്ലാം സെറ്റ് ചെയ്യണത് കണ്ടോ. ഇപ്പം നമ്മളവിടെ കണ്ട ആടുകളെയൊക്കെ മേമ തന്നെ വരച്ച് തെർമോക്കോളിൽ വെട്ടിയെടുത്ത് ഉണ്ടാക്കുകയാണ്. അത് 2 പേർക്ക് കാണിച്ചു ചക്ര ആട്ടിക്കുട്ടികളെ ഓൾറെഡി സെറ്റ് ചെയ്ത് നിങ്ങൾ എന്തായാലും ഓൾറെഡി അവിടെ കണ്ടു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെയും കൂടി ഒന്ന് കാണിച്ചു തരാണ്. ഇതാണ് ഒരാട്. ഇത് ശരിക്കും അയ്യോടാ പൊട്ടിച്ച് വെച്ചതായിരുന്നു, ചക്കര എടുത്ത് തന്നപ്പോൾ ഇത്തിരി വിട്ടിട്ടുണ്ട്, കുഴപ്പമില്ല വീണ്ടും. പിന്നെ ഇത് പശു കണ്ടാ, പശു ഉള്ളത് പശു. ഇതൊക്കെ ശരിക്കും ഒരു വലിയ കഴിവാണ്. നമ്മൾ ശരിക്കും പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, പ്രസംഗം പറയുക, അഭിനയിക്കുക, ഇതൊക്കെ കഴിവുകൾ. പക്ഷേ അതിനേക്കാളൊക്കെ അതിനോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു വലിയ കഴിവാണ് ഇതുപോലൊരു ആർട്ട് വർക്ക് എന്ന് പറയുന്നത്. അതും നമുക്കുണ്ടെങ്കിലാണ് അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മുടെ ഓൾറെഡി നിങ്ങൾ എൻ്റെ നമ്മുടെ യൂണിറ്റിൻ്റെ ജപമാല കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഗ്രോട്ട് ഉണ്ടാക്കിയത്. അതും മാം തന്നെയാണ് ഉണ്ടാക്കിയത്. ഒന്ന് മുഖം കാണിച്ചോ. ആളുടെ കഠിന പരിശ്രമമാണ്, വേറെ ആരും ഉണ്ടായിരുന്നില്ല, ആൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്തതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ സെറ്റ് ചെയ്യാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾ ഓൾറെഡി കണ്ടു, അല്ലെങ്കിൽ ഞാൻ ഇത് കഴിയുമ്പോൾ വീണ്ടും ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നേരത്തെ നമ്മളവിടെ ആട്ടിക്കുഞ്ഞുങ്ങളും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ കണ്ടു. ഇപ്പോൾ അവർക്ക് നിൽക്കാനുള്ള
ഇപ്പം അവർക്കും പിന്നെ മാതാവിനും ഔസേപ്പിതാവിനും നമുക്ക് തന്നേക്കുന്ന തീം എന്ന് പറയുന്നത് 3-ാം ദിവ്യരഹസ്യം. അതായത് ശനിയാഴ്ചത്തെ 3-ാം ദിവ്യരഹസ്യം എന്തുവാ? ഈശോയുടെ തിരുപ്പിറവിയാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഈശോ എവിടെ ജനിച്ചേ പറ, ഉത്തരം പറഞ്ഞു. നിങ്ങൾ ഇപ്പോൾ തന്നെ പറഞ്ഞു. അതെ, പുൽക്കൂട്ടിൽ. അപ്പോൾ ആ പുൽക്കൂടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കാലിത്തൊഴുത്ത്. പുൽക്കൂട് കാലിത്തൊഴുത്ത്. ഓക്കെ. അപ്പോൾ ആ തൊഴുത്ത് ആ ഒരു ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു കൺസെപ്റ്റ്. ഇപ്പോൾ എത്ര മണി? രാത്രി 10:30 കഴിഞ്ഞു. ഇപ്പോഴാണ് അതിൻ്റെ പ്രിപ്പറേഷൻ. അപ്പോൾ അത്രയും ഹാർഡ് വർക്ക് എൻ്റെ പിന്നിലുണ്ട്. ഓക്കെ. എല്ലാ ക്രെഡിറ്റ്സും ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മൾ ഹെൽപ്പിംഗ് അസിസ്റ്റൻസ് ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യണം. വേപ്പനുണ്ട്, മാമിയുണ്ട്, അങ്ങനെയൊക്കെ. ഓക്കെ. ഇനി ഇതിൻ്റെ ഔട്ട് നാളെ കാണിച്ചു തരാം. ഓക്കെ. നാളെയും ഫുൾ പണി ഗൈസ്. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നിങ്ങൾ കണ്ട ആ 4 കോല് മാത്രമല്ല, അപ്പോൾ ഇഷ്ടംപോലെ കോലുകൾ വന്ന് നമ്മുടെ പുൽക്കൂടി. ഞങ്ങളല്ല, അതേ ഡേവിസ് ആയിട്ട് അവിടെ കമൻറ്റ് അടിക്കണം കേട്ടോ. അല്ല കേട്ടോ, അതേ ഇവിടെ കുറേ വെച്ച് സെറ്റ് ചെയ്ത് പുൽക്കൂടി ഏകദേശം സെറ്റായി വരുന്നു. ഇനി പുല്ലും ഓലും സാധനങ്ങളൊക്കെ വെച്ച് സെറ്റാക്കണം. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കണം, നമ്മൾ കോസ്റ്റ്യൂമൊക്കെ ചെയ്ത് തരണം. അതൊക്കെ വൈകിട്ടാണ്. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. ആ ഒരു ഹാർഡ് വർക്ക് നിങ്ങളെല്ലാവരും കാണാം. ഇവരെ കാണിച്ചു കൊടുക്കാൻ പറയണേ. ഇവരാണ് പണിയെടുക്കുന്നത്. ഞാൻ ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട്, അറിയണ പോലെയൊക്കെ. ഉണ്ടാ, ഇതൊക്കെ കെട്ടിയാണ് നമ്മൾ സെറ്റ് ചെയ്യണത്. നല്ല ഹാർഡ് വർക്ക് ഉണ്ട് എൻ്റെ പിന്നിൽ. ഇനി രാത്രി കാണാം. അപ്പോൾ നമ്മൾ ചെറിയൊരു ബ്രേക്ക് നാഷൻ കൂടെ വന്നപ്പോഴേക്കും എൻ്റെ പൊന്നോ വേറെ ലെവൽ. നമ്മുടെ പുൽക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുൽക്കൂട് റെഡി ആയിട്ടുണ്ട്. പ്ലസ് അതിൻ്റെ ഫ്രണ്ടിൽ പണ്ടത്തെ കാലമാണല്ലോ റാന്തൽ വിളക്കൊക്കെ. പക്ഷെ അത് കാണുമ്പോൾ ഒരു നൊസ്റ്റ് ഫീൽ. ഇത് കണ്ട, നമ്മൾ ആ റാന്തൽ വിളക്കിന് വെട്ടം കൊടുത്താണ്. കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം വെളിച്ചം വന്നു ഗായ്സ്. ഇനി ഇതൊക്കെ രാത്രി കാണുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ, അല്ലേ? അതെ. അപ്പം ഇനി രാത്രിയിലത്തെ വിഷ്വൽസ് കാണിച്ചു തരാം. ആ ഫീലായി പോയി ഗൈസ്. ഇതാണ് നമ്മുടെ ഔസേപ്പിതാവിൻ്റെ ഷെഡ്. അതായത് നമുക്ക് 2 തീമാണ് തന്നേക്കണേ. ഒന്ന് ഒരു രഹസ്യം, 3-ാം രഹസ്യമാണ് തന്നേക്കുന്നത്. അത് ഈശോയുടെ തിരുപ്പിറവിയാണ്. അതാണ് നമ്മൾ നേരത്തെ ഓൾറെഡി കാണിച്ചത്. പുൽക്കൂടും കാലിത്തൊഴുത്തിൽ ഈശോ ജനിക്കണത്. പിന്നെ നമ്മുടെ യൂണിറ്റ് ഒരു ഇതും കൂടി ചെയ്യുന്നുണ്ട്, തിരുക്കുടുംബം. അതായത് ഔസേപ്പിതാവ് മരപ്പണി ചെയ്യുന്നു, പിന്നെ മാതാവുണ്ട്. അങ്ങനെ. അപ്പോൾ എല്ലാവരും പണിയെടുക്കുന്നു. ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് വ്ളോഗ് എടുക്കാൻ വേണ്ടി വരുന്നതാണ്. കണ്ടോ, ഇത് നമ്മുടെ ബിജു ചേട്ടൻ്റെ ഹാർഡ് വർക്കാണ്. ബിജു ചേട്ടൻ ഒന്ന് മുഖം കാണിച്ച്, ജസ്റ്റ് മുഖം കാണിക്ക്. ബിജു ചേട്ടൻ്റെ ഹാർഡ് വർക്കാണ് ഇത്. ഇങ്ങനെ കണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എനിക്ക് അറിയില്ല, പേടിക്കണ്ട. ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ. ബിജു ചേട്ടൻ നല്ലൊരു ആശാരിയാണ്. ആശാരി എന്നല്ല പറയാം. അതെ, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര നമ്മൾ വിചാരിച്ചേക്കാളും അടിപൊളി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അപ്പം കാണിച്ചു തരാവേ. അതിൻ്റെ പിന്നിൽ നല്ലൊരു എഫേർട്ട് ഉണ്ട്. ഓൾറെഡി നിങ്ങൾ കണ്ട യൂണിറ്റിലെ ഒരു ഗ്രോട്ട് നിങ്ങൾ കണ്ടാണ്. അതിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അത് നമ്മുടെ മേമ തന്നെ ഉണ്ടാക്കിയ ഗ്രോട്ടയാണ്. എത്രത്തോളം എഫേർട്ട് എടുത്തത് ഞാൻ കണ്ടതാണ്. സെയിം അതുപോലെ തന്നെ അതിനേക്കാൾ എഫേർട്ട് എടുത്താണ് നമ്മൾ ഇന്ന് ചെയ്ത തിരുക്കുടുംബത്തിൻ്റെ ആ ഷെഡ്. അത് നമ്മുടെ യൂണിറ്റിൽ ബിജുചേട്ടൻ ചെയ്തതാണ്. കാര്യം ഒരു ആശാരിയാണെങ്കിലും ഇതിന് വേണ്ടി നല്ലോണം എഫേർട്ട് എടുത്തിട്ടാണ് ആ ഒരു ഷെഡ് പണിതത്. പിന്നെ അത് മാത്രമല്ല, പുൽക്കൂട് ഉണ്ടാക്കിയത് നമ്മുടെ യൂണിറ്റിലെ കുറേ പേര് ചേർന്നിട്ടാണ് ആ ഒരു പുൽക്കൂട് ഉണ്ടാക്കിയത്. കാര്യം പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഒരു കൂടാണ് ജസ്റ്റ് അങ്ങനെ പറയാം. ചിലവർക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കുറേ പേര് എന്നോട് ജസ്റ്റ് നമ്മൾ അറിയാലോ, അഭിപ്രായം പറയണവരുണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു കുറ്റം പറയണതിന് മുന്നേ, ഞാൻ ആരും ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല, എന്നാലും എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യണമെന്നുള്ളൂ. അങ്ങനെ കുറ്റം പറയണേ മുന്നേ ജസ്റ്റ് 2 വട്ടം ഒന്ന് ആലോചിക്കാം. നമുക്ക് എന്തെങ്കിലും സജഷൻസ് പറയാം. കാരണം അവരത് പോസിറ്റീവായിട്ട് എടുക്കും. ഇത് ഇങ്ങനെ ചെയ്യേണ്ടേക്കാളും അത് അങ്ങനെ ചെയ്യേണ്ടതായിരിക്കും, അത് പറയാം നമുക്ക്. അതേസമയം ഇതെന്തിട്ടത് ഒരു പുൽക്കൂടുണ്ടാക്കാനാണ് ഇത്ര സമയം എടുത്തത്, അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം അതിന് പിന്നിൽ നല്ല എഫേർട്ട് എടുത്ത് ചുമ്മാ ഒരു പുൽക്കൂടാവില്ല. അത് അത്രയും കോലൊക്കെ കിട്ടിയത് ഞാൻ ഓൾറെഡി നിങ്ങളെ കാണിക്കാം. ബിഹൈൻഡ് സീൻസ് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇവിടെ വന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം എഫേർട്ട് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും. ഇപ്പം നമ്മുടെ യൂണിറ്റിന് മാത്രം ഞാൻ പൊക്കി പറയുന്നതല്ല, എല്ലാ യൂണിറ്റും നിങ്ങൾ കണ്ട പോലെ തന്നെ ഏതൊരു യൂണിറ്റിൻ്റെ പിന്നിലും നല്ല എഫേർട്ട് ഉണ്ട്. അപ്പം കുറ്റം പറയണേ മുന്നേ നിങ്ങളൊന്ന് ചിന്തിക്കുക 2 വട്ടം എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ എത്ര എഫേർട്ട് ഉണ്ട്. എഫേർട്ട് ഉണ്ട്. അപ്പോൾ ആരും കുറ്റം പറയാണ്ടിരിക്കുക, നല്ലത് പറയുക, സജഷൻസ് പറയുക. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് മാറ്റം വരുത്താനൊക്കെ പറ്റും. ഓക്കെ, കുറേ ഉറപ്പിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഷെഡ്, പിന്നെ ഈ ഗ്രോട്ടോ, പിന്നെ നമ്മുടെ തിരുക്കുടുംബം, പുൽക്കൂട് 2 സംഭവങ്ങൾ ചെയ്തത് നമ്മൾ എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് അറിയിക്കുക കമൻസിൽ. എന്നാലും നമുക്കതൊരു പ്രോത്സാഹനമാവുള്ളൂ. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടി നമ്മളോട് പറയാം. അപ്പോൾ അടുത്ത ഇയർ തുടങ്ങി നമുക്കതും റെഡിയാക്കാവുന്നതുള്ളൂ. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസ് ഞാൻ വീണ്ടും വരാം. അപ്പോൾ നമ്മുടെ കോൺഗ്രസ് സമാപനം യൂണിറ്റിലായാലും പള്ളിയിലായാലും ഒക്കെ സമാപിച്ചു. എന്നിരുന്നാലും നമ്മുടെ പ്രാർത്ഥന മാതാവിനോട് പറ്റി അതൊന്നും പറയണില്ല. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ അറിയിക്കാം. ഇനി ഇതുപോലുള്ള വീഡിയോസ് ഞാൻ വീണ്ടും വരാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ